കണവ അരിഞ്ഞ് അതിലേക്ക് വെള്ളവും ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് പിന്നെ ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് ചതച്ചതും അതുപോലെ പച്ചമുളകും പിന്നെ കറിവേപ്പിലയും ഇത് ഇത്രയും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവാനായിട്ട് മൂടി വയ്ക്കാവുന്നതാണ്. ഇനി നമ്മൾ വേറൊരു പാത്രത്തിൽ 1 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് ഈ വറുത്തെടുത്ത മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ തേങ്ങ തിരികിയതും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ഇനി ആ കണവ വെന്ത് ഒന്ന് വറ്റി കിട്ടുമ്പോഴേക്കും നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഇതൊന്ന് വേവാനായിട്ട് മൂടി വയ്ക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് നമുക്ക് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതായത് നമ്മൾ എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ കടുക് ഇടുക. കടുക് പൊട്ടിക്കഴിഞ്ഞ് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇടുക. ഈ കടുക് വറുത്തത് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കണവത്തോരൻ റെഡിയായി കഴിഞ്ഞു. ഇത് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് നിറച്ചും കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻസിലൂടെ ഞങ്ങൾ അറിയിക്കാനും മറക്കരുതേ.